പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം 7-ാം വാക്യം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇങ്ങനെ പറയുന്നു: എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടുവിൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ഇങ്ങോട്ട് നോക്കിക്കേ, ഹോളി സ്പിരിറ്റ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ആ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് നിശ്ചയമായും പ്രതിഫലമുണ്ടാകും. കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിൽ കൂടെ നിൽക്കാം എന്ന് വാക്ക് പറഞ്ഞവർ നിങ്ങളെ ഇട്ടിട്ട് പോയാലും, കൂടെ ഓടിക്കൊണ്ടിരുന്നവർ ഓട്ടം നിർത്തിയാലും, വാക്കുകൾ അമ്പുകൾ പോലെ ഹൃദയത്തിൽ തറച്ചാലും, കരം ശൂന്യമായാലും, വിളിച്ച ദൈവം വിശ്വസ്തൻ. വഴിയിൽ അവിടുന്ന് ഉപേക്ഷിക്കത്തില്ല. നിങ്ങൾക്ക് ദർശനം തന്നതാരാ? വിട്ടിട്ട് പോയ മനുഷ്യരൊന്നുമല്ലല്ലോ. എന്നും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ ആരുമല്ലല്ലോ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരല്ലല്ലോ. ദർശനം തന്നത് ദൈവമല്ലേ? കർത്താവല്ലേ ഇതുവരെ കൊണ്ടുവന്നത്? അനവധി സ്റ്റോംസ് ജീവിതത്തിൽ വന്നിട്ടും അവിടെ ഒന്നും പടക് തകരാതെ ഇതുവരെ നിർത്തിയത് കർത്താവല്ലേ? അങ്ങനെയാണെങ്കിൽ ഏൽപ്പിച്ച മിഷൻ കംപ്ലീറ്റ് ചെയ്യുവോളം ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകും. നിങ്ങളുടെ പ്രവൃത്തി കർത്താവ് കാണുന്നില്ല, കേൾക്കുന്നില്ല എന്നൊന്നും നനയ്ക്കണ്ട. അതിനൊരു പ്രതിഫലമുണ്ട്, നിശ്ചയം. അല്പം കൂടെ കാത്തിരിക്കുക. കർത്താവിൻ്റെ കൺമണിയാകുന്ന നിങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിൽ ധൈര്യപ്പെടുത്തട്ടെ. ഹൃദയം ക്ഷീണിക്കരുത്, ഉറപ്പോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങളെ കാണുന്ന കർത്താവിൻ്റെ സാന്നിധ്യം തൊട്ടരികിലുണ്ട്. ആരൊക്കെ വിട്ടുപിരിഞ്ഞാലും, കരം എത്ര ശൂന്യമായാലും, എവിടെ നിന്നൊക്കെ ഒളിച്ചോടാം എന്ന് പറഞ്ഞ് ശ്രമിച്ചാലും, അതിനായിട്ട് പ്ലാനുകൾ തയ്യാറാക്കിയാലും, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവം വിശ്വസ്തന. അവിടുന്ന് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആ വലിയ മിഷൻ, അത് കംപ്ലീറ്റ് ചെയ്യുവാൻ മാനുഷിക സഹായം ഒന്നും തേടേണ്ട. ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. അവിടുന്ന് കൽപ്പിക്കുന്നവർ നിങ്ങളുടെ കൂടെ നിൽക്കും. അവിടുന്ന് നൽകുന്ന നന്മയാൽ നിങ്ങളുടെ കരങ്ങൾ നിറയും. ഏൽപ്പിച്ച ഓട്ടം വിശ്വസ്തയോടെ മനോഹരമായി പൂർത്തീകരിക്കുവാൻ കർത്താവ് നിങ്ങളുടെ കാലുകൾക്ക് വേഗത നൽകും, കരങ്ങൾക്ക് ബലം നൽകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ധൈര്യപ്പെടാൻ, ഉറപ്പോടെ ആയിരിക്കുക. ഏത് ദൗത്യമാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്, അത് നിങ്ങൾ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന കർത്താവേ, ഞങ്ങളോട് ധൈര്യപ്പെടുവാൻ അങ്ങ് പറഞ്ഞതിനായി സ്തോത്രം. ഞങ്ങളുടെ കൈകൾ തളർന്നു പോകാതെ അവിടുത്തെ പരിശുദ്ധാത്മാവ് താങ്ങുന്നതിനായി നന്ദി. തക്ക സമയത്ത് പ്രതിഫലം തരുന്ന അപ്പായുടെ കരം ഞങ്ങളുടെ മേൽ ഉണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലെസ് ചെയ്യുന്നു. ജീവിതയാത്രയിൽ ക്ഷീണിച്ചിരിക്കുന്ന ആരെങ്കിലും എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങ് അവരെ ധൈര്യപ്പെടുത്തണമേ, സമാധാനത്താൽ നിറയ്ക്കണമേ. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യപ്പെടുവേൻ, കൈകൾ തളരരുത്, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. ബ്ലെസ് യു.